തെറ്റുകളും അനുമോടെ തലയിൽ വെച്ചു കൊടുത്ത് ഷാനവാസ് തടി. കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നുമല്ല. ഞാനിടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ലൈവിൽ ആദില, നൂറ, ശൈത്യ, ഷാനവാസ് കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ ശൈത്യ പറഞ്ഞു ഇമോഷൻ വെച്ച് അനീഷിനെ അനുമോള് ഇമോഷൻ വെച്ച് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറെ ശൈത്യ പറഞ്ഞു. ഇന്ന് ഷാനവാസ് ഇവരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അതിൽ പറയുന്ന അനുമോള് ഹോപ്പ് കൊടുത്തിട്ടാണ് അനീഷിന് അനുമോളോട് ഇഷ്ടം വന്നത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഈ ഷാനവാസ് അനീഷിനെ എത്രമാത്രം എരിവ് കയറ്റിയിട്ടുണ്ട്. ഓരോ വീഡിയോ കാണുമ്പോൾ അറിയാം അനുമോള് ഇഷ്ടം പറയടാ, നിനക്ക് ഇഷ്ടമുണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അനീഷിന്റെ മനസ്സിലേക്ക് കുത്തി വരച്ച് ഷാനവാസാണ്. അപ്പം അനുമോളുമായിട്ട് ഇരിക്കുമ്പോൾ പലപ്പോഴുമായിട്ട് അനുമോളെ വെച്ച് കളിയാക്കിയിട്ടുണ്ട്. പിന്നെ അനുമോള് തമാശയ്ക്കൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അനുമോൾക്ക് എന്തുകൊണ്ട് ഹോപ്പ് തോന്നിയില്ല? ഈ ഒരു മനുഷ്യൻ ഒരാൾക്ക് ഇഷ്ടം തോന്നി, അയാളത് തുറന്നു പറഞ്ഞു, അതും അനുമോളുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അനുമോൾ ഒറ്റ കാരണമാണ് അനീഷിന് ഇങ്ങനെ ഇത്. ഇപ്പൊ ഷാനവാസം പറയുന്നുണ്ട് ശരിയാണ്, അനുമോൾ തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്ന് ഷാനവാസം പറയും. ഷാനവാസാണ് അനീഷിനെ എരിവ് കയറ്റി കുത്തി വെച്ച് കൊടുത്തത്. എടാ നീ അവളെ പിറവിക്കടാ, അങ്ങനെയാണോ ഇങ്ങനെയാണാ തൊലി എന്നൊക്കെ പറഞ്ഞ് എരിവ് വെച്ച് കൊടുത്ത് ഷാനവാസാണ്. എന്നിട്ട് ഷാനവാസ് കിടന്നിട്ട് അനുവിന്റെ തലയിൽ കൊടുക്കുവാണ് അനുമോടെ തലയിൽ. എന്തൊരു മനുഷ്യനാണ്! നിങ്ങൾക്ക് ഈ ഇപ്പൊ കട്ടപ്പയല്ല ഇവരെയൊക്കെ വിളിക്കണ്ടേ. ഇപ്പൊ ഏറ്റവും ശൈത്യ, ആദില, നൂറ, ഷാനവാസ് എല്ലാം കട്ടപ്പന്മാരാണ്. എല്ലാ കുറ്റങ്ങളും ഒരാളിഷ്ടമെന്ന് ഒരാളോട് പറഞ്ഞു, ആ പെൺകുട്ടിക്ക് ഒരാൾക്ക് ഇഷ്ടം തോന്നി, അപ്പൊ ഇതിനെല്ലാം ഉത്തരവാദി ആ പെൺകുട്ടിയാണോ? അനുമോളെ എപ്പോഴെങ്കിലും തിരിച്ച് അനീഷിന് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അനീഷ് പറഞ്ഞു അനീഷിന് ഇഷ്ടമെന്ന് പറഞ്ഞു. അനീഷ് അത് അവർ പറഞ്ഞു തീർത്ത്. ഇപ്പൊ അതിന്റെ എല്ലാം സോൾവ് ചെയ്തു. വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ളവർ. എല്ലാ കുറ്റങ്ങളും അവിടെ ഇത് ചെയ്തു വെച്ച് ഷാനവാസിന്റെ കയ്യിലുണ്ട്. ഷാനവാസ് അനീഷിന് ഓരോ കാര്യങ്ങൾ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട്. എടാ അവളോട് ഇഷ്ടമെന്ന് പറയടാ, അങ്ങനെ പറയടാ, ഇങ്ങനെ പറയടാ എന്നൊക്കെ പറഞ്ഞ് അനീഷിന് എരിവ് ഇല്ലാത്ത ഇതെല്ലാം ഊതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് നല്ലവണ്ണം പറയും അനുമോൾ ഹോപ്പ് കൊടുത്തിട്ടാണ് അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നിയത് എന്നൊക്കെ പറയുകയാണ്. അനുമോളാണ് എല്ലാത്തിനും കാരണം. ഒന്നും മനസ്സിലാക്കും നിങ്ങൾ. ഒരാളോട് ഇഷ്ടം തോന്നി, ഒരു പെൺകുട്ടി എന്ത് കഴിച്ചു, അയാൾക്ക് ഇഷ്ടം തോന്നി, അയാൾ തുറന്നു പറഞ്ഞു. അവർക്ക് ഇഷ്ടമല്ല എന്ന് അവർ പറഞ്ഞു, ബ്രദറായിട്ട് കാണാം, ഒക്കെ പറഞ്ഞു, അവരത് ക്ലോസ് ചെയ്യും. എന്നിട്ട് ഇവർ മാറിയിരുന്ന് സംസാരിക്കുകയാണ്. പക്ഷെ ഇത് ഞാൻ നോക്കിയിട്ട് ഒരു ഇതുള്ളൂ, അനുമോൾ ഇതാരോടും പറയണ്ടായിരുന്നു. എപ്പോഴെങ്കിലും അനീഷിനോട് കാര്യം പറഞ്ഞു കാരണം ലാലട്ടം വരുമ്പോൾ മാത്രം ഇവരൊക്കെ അറിയുള്ളൂ. എനിക്ക് രസം വന്ന ഒരു കാര്യമുണ്ട്. ഇന്നും ഇന്നലെയായിട്ട് ഈ ശൈത്യയും ആദിലയും നൂറയും ഇരുന്ന് ഷാനവാസിന്റെ കുറ്റം പറഞ്ഞവരാണ്. ഷാനവാസിനെ വിശ്വസിക്കാൻ കൊള്ളിയല്ല, ഷാനവാസ് വെളി ഇറങ്ങിയ പോലെ ഞങ്ങൾ ഷാനവാസുമായിട്ട് ഉണ്ടാവില്ല, പേഴ്സണൽ വൈരാഗ്യം വെച്ച് മനസ്സിൽ വെക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞ് അതേ ആദിലയോടും നൂറയോടുമാണ് അനുമോളെ കുറിച്ച് പറയുന്നത്. ഈ അനുമോള് ഷാനവാസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ള കാര്യം പറയാം, ഒരു കാര്യം പോലും ഇവര് തമ്മിൽ വഴക്ക് പിടിച്ചപ്പോൾ അല്ലാതെ വേറെ ആരോടും ചെന്ന് ഷാനവാസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ല. ഷാനവാസ് മനസ്സിൽ പേഴ്സണൽ വൈരാഗ്യം വെക്കുന്ന ഒരാളാണ്. പല കാര്യങ്ങളിലും അങ്ങനെയാണ്, പലപ്പോഴായിട്ടും പല കാര്യങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട് പുള്ളി. അത് തന്നെയാണ് ഉദാഹരണം ഞാൻ പറഞ്ഞു. ലാലേട്ടൻ്റെ ഇത് കൊടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ ശതമാനം വെച്ച് പോയിന്റ് കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഇതിൽ പറയുന്നുണ്ട് ഏറ്റവും 0% വെച്ചാണ് അനുമോൾക്ക് ഓരോ കാര്യങ്ങൾക്ക്. ഗെയിമറാണെന്ന് മാത്രം അദ്ദേഹം നല്ല കൊടുത്തു, ബാക്കി എല്ലാം അദ്ദേഹം കൊടുത്തെല്ലാം തീരെ താഴെയാണ്. അത് ആദില നൂറയും തന്നെ പറയുന്നുണ്ട്. പേഴ്സണൽ വൈരാഗ്യം വെച്ച് കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ഷാനവാസ്. അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.